എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വേഗത്തിൽ രുചികരമായിട്ടുള്ള പോഹ ഉണ്ടാക്കി കഴിക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് കട്ടിയുള്ള അവലാണ്. അപ്പോൾ ഇത് 1-2 വെള്ളത്തിലൊന്ന് കഴുകി കൊണ്ടുവരാം. അവൽ 3 വെള്ളത്തിൽ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു മാറ്റി വെക്കാം. ഇനി അടുത്തത് ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പൊട്ടട്ടെ. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. നമ്മുടെ നിലക്കടല ഫ്രൈ ആവുന്നുണ്ട്. നിലക്കടലയെന്നും കപ്പലണ്ടിയെന്നും ഒക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നിലക്കടല എടുക്കുമ്പോൾ കേടുള്ളതൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പോഹയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഈ ഒരളവിന് ഒരൊറ്റ പച്ചമുളക് മതി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. നല്ലതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ചേർത്ത് നമ്മൾ ഈ പോഹ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടണ്ടെന്നല്ലേ ഉള്ളൂ. നല്ല ടേസ്റ്റിൽ വളരെ വേഗത്തിൽ ഉണ്ടാക്കി കഴിക്കാം പോഹ. അവൽ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ട് 5 മിനിറ്റായി തുറന്ന് നോക്കാം. അപ്പം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വഴറ്റിയ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അവലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ പോഹ റെഡി. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കിയാൽ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയതാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ ഇനി കാണിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ടേസ്റ്റിയിൽ നമുക്ക് എന്തും ഉണ്ടാക്കി കഴിക്കാം. രുചികരമായിട്ടുള്ള പോഹ റെഡി. നാരങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നാരങ്ങ നീര് കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്.